DMK എങ്ങനെയാണ് നമ്മൾ അതായത് ഒരു ഭരണ തുടർച്ചയ്ക്ക് തയ്യാറെടുക്കുന്ന DMKക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ വെല്ലുവിളികൾ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ മുമ്പേ തന്നെ DMK മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ആ മുന്നൊരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യഘട്ടത്തിൽ ഈ 164 സിറ്റിംഗ് MLA-മാരിൽ 60-ലധികം പേർക്ക് സീറ്റ് നിഷേധിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രിമാരടക്കമുള്ളവർക്ക് സീറ്റ് നിഷേധിക്കുന്നു, പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നു. അത്തരത്തിൽ ആ മാറ്റത്തോടെയാണ് തുടക്കം കുറിച്ചത്. അതിനുശേഷം താഴെത്തട്ടിൽ സംഘടന DMKക്ക് താഴെത്തട്ടിൽ വരെ ശക്തമായ സംഘടനാ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ ഉള്ള മുന്നൊരുക്കങ്ങൾ വളരെ വിശാലമാക്കി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി OPS-നെ അടക്കം DMK ക്യാമ്പിൽ കൊണ്ടുവരാൻ MK സ്റ്റാലിന് കഴിഞ്ഞു. അതൊരു രാഷ്ട്രീയ തരത്തിൽ ഒരു നല്ല നയതന്ത്രമായി വിലയിരുത്തപ്പെടുകയും പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളെ സഖ്യത്തിന്റെ ഭാഗമാക്കി. TVK രൂപീകരിച്ചപ്പോൾ മുതൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ രൂപീകരണ ഘട്ടം മുതൽ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ വ്യത്യസ്തമായി MK സ്റ്റാലിൻ തുടങ്ങിയിരുന്നു. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലായിരുന്നു മകന് ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എലിവേറ്റ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, വിജയകാന്തിന്റെ പാർട്ടി അടക്കം ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരാനായി അത്തരത്തിൽ സഖ്യം വിപുലമാക്കാൻ DMKക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രത്യേകതയായി വരുന്നത്. മറ്റൊന്ന്, പ്രതികൂല ഘടകമായി വരുന്നത് സർക്കാർ വിരുദ്ധ വികാരമാണ്. ആ സർക്കാർ വിരുദ്ധ വികാരം അത് എത്രത്തോളം തീവ്രമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ DMKയുടെ വോട്ടിനെ സ്വാധീനിക്കാനുള്ള ഘടകം. അപ്പോൾ നമ്മൾ DMKയുടെ പ്രതീക്ഷ ഇതാണെങ്കിലും DMKക്ക് ആശങ്കയുണ്ട് എന്ന് കൂടിയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരുന്ന പിണറായി വിജയന് വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോഴും ഭരണവിരുദ്ധ വികാരം അതെല്ലാ കാലഘട്ടത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിലിരിക്കുമ്പോൾ നേരിടുന്നതാണ്. കാർത്തിക്, ഇവിടെ ഈ ഒരു ചരിത്രം ആവർത്തിക്കാൻ DMK പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത്തരം ആശങ്കകളും ഉണ്ട് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും 5 വർഷത്തെ ആൻറ്റി ഇൻകുംബൻസി, സർക്കാർ വിരുദ്ധ വികാരം അത് തമിഴ്നാട്ടിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. കാരണം പലതരത്തിലുള്ള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഡോർ ടു ഡോർ ക്യാമ്പയിനാക്കി AIADMK മാറ്റി എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം കെട്ടിട നികുതി, വൈദ്യുതി ചാർജ്